തേജു ഫാമിലിയാണ്, കനീഷാണ്. ഞാനിപ്പോൾ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് ഏറ്റവും വളരെയധികം ഔഷധ മൂല്യമുള്ള നമ്മുടെ പറമ്പുകളിൽ കാണുന്ന ഏറ്റവും നല്ല ഔഷധമുള്ള ഒരു സസ്യമാണ്. ആ സസ്യം നമ്മൾ അതായത് നമ്മൾ പുറത്തു നിന്ന് ഇപ്പോൾ തന്നെ സോഡാ സർബത്ത് അല്ല പാനീയങ്ങളൊക്കെ കുടിക്കുന്ന വളരെ വിഷകരമായിട്ടുള്ള സാധനം. വീട്ടിൽ തന്നെ ഇപ്പോൾ നമ്മൾ നാടൻ മല്ലിയില ഇട്ട് കുടിക്കുക, അല്ലി ഇട്ട് കുടിക്കുക, അല്ല പേരയിലിട്ട് കുടിക്കുന്ന വെള്ളത്തെ പോലെ തന്നെ അതിനേക്കാൾ കൂടുതൽ ഔഷധ മൂല്യമുള്ള ഗുണമുള്ള, അതായത് വൃക്കരോഗികൾക്കാവട്ടെ, ഹൃദയ സംബന്ധമായിട്ട് അതുപോലെ സംബന്ധമായിട്ട് കൊഴുപ്പുള്ളവരാവട്ടെ, ബ്ലോക്ക് ഉള്ളവരാവട്ടെ, ഉറക്കമില്ലാത്തവരാവട്ടെ, എന്ത് പ്രശ്നമാണ്, മൂത്രപ്രശ്നങ്ങളോ എന്ത് ശരീരത്തെ പ്രശ്നങ്ങളോ ഉണ്ടായാലും അതിന് നല്ലൊരു പരിഹാര മാർഗ്ഗമായിട്ടാണ് ഞാൻ നിങ്ങളുടെ മുന്നിലെത്തിയിരിക്കുന്നത്. നിങ്ങളിപ്പോൾ കാണിച്ചുതരാം, വീഡിയോ കാണിച്ചുതരാം. ആ സസ്യവും അത് ചെയ്യേണ്ട രീതികൾ ഞാൻ നിങ്ങളെ കാണിച്ചുതരാം. അപ്പോൾ നിങ്ങൾ എന്തായാലും നേരെ വീഡിയോയിലോട്ട് പോകും. ആദ്യമായിട്ട് ഞാൻ എടുക്കുന്നത് ഒരു മൺകലമാണ്. മൺകലം കഴി വൃത്തിയാക്കിയ ഒരു മൺകലമാണ്. മൺകലം എടുക്കുക, നമ്മളൊക്കെ കാണാനെടുത്ത് കൊണ്ടുവയ്ക്കുക. അതിനുശേഷം കാണിക്കാൻ പോകുന്നത് നിങ്ങൾ ഇതിലോട്ട് ശ്രദ്ധിച്ചോണം. ഇത് എല്ലാ പറമ്പുകളിലും കാണും തഴുതാമ. ഇതിൻ്റെ ഇല കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ഇതിലൊരു ചെറിയൊരു പൂവൊക്കെ കാണും. ഇതേപോലത്തെ ഇലയുള്ളൊരു സസ്യമാണ് തഴുതാമ. പിന്നെ ഒന്നോ രണ്ടോ പേര് ഒടിച്ചെടുക്കുക. ഒരു രണ്ട് കഷ്ണം തഴുതാമ എന്ന് പറയുന്നത്. ഇത് നിങ്ങൾ ശ്രദ്ധിക്കണം, തഴുതാമ. ഇതിൻ്റെ ഇല നിങ്ങൾ ശ്രദ്ധിക്കുക. ഔഷധമൂല്യം ഏറെ കൂടുതലുള്ളൊരു സസ്യമാണ് തഴുതാമ. ഇത് നമ്മുടെ എല്ലാ പറമ്പുകളിലും എല്ലാ സ്ഥലങ്ങളിലും സുലഭമായിട്ട് കാണുന്നൊരു സസ്യമാണ്. ഇതിൻ്റെ ഔഷധ ഗുണങ്ങൾ വളരെ ഏറെയാണ്. അപ്പോൾ ഇതെല്ലാം ഒരു 2 കഷ്ണം തഴുതാമ ഇല പൊടിച്ചെടുക്കുക. പൊടിച്ചെടുത്തതിന് ശേഷം നമ്മൾ ഒരു ബക്കറ്റ് എടുക്കുക. നമ്മളിതിനൊരു ബക്കറ്റ് എടുക്കുക. അതിനകത്തോട്ട് ഇത് പീസായിട്ട് മുറിച്ച് കണ്ടിച്ച് വിടുക. ചെറുതായിട്ട് കത്രിക ഉപയോഗിച്ച്, ഞാനിപ്പോൾ കത്രിക എടുക്കില്ല, ചെറുതായിട്ട് കട്ട് ചെയ്യുക. കട്ട് ചെയ്തതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായി ഇതിനെ വൃത്തിയാക്കും. അതായത് ഇതിനകത്ത് അഴുക്ക പൂപ്പല പാടകളൊക്കെ കാണും, പറമ്പിൽ നിൽക്കുന്ന കിളികൾ തുള്ളിയൊക്കെ കാണും. പിന്നെ വൃത്തിയായിട്ട് എടുക്കുക. നമ്മൾ ഇത്ര മതി, ധാരാളം വേണ്ട, ഇത്ര മതി, ഒരു പിടി മതി എടുക്കുക. അതിനുശേഷം ഞാൻ മൺകലം വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഈ മൺകലത്തിനകത്തോട്ട് ഇത് നിക്ഷേപിക്കുക. ഈ മൺകലത്തിനകത്ത് വേറെ ഒന്നും ചെയ്യേണ്ട, മൺകലത്തിൽ മാത്രം ഇടുക. ഇട്ടതിന് ശേഷം മൺകലം എടുത്തിട്ട് നല്ലോണം മൺകലം എടുത്തിട്ട് വേറെ മൺകലത്തിലൊന്നും വേറെ ഒരു കല്ല് പിടിക്കരുത്. ഇതെല്ലാം കല്ല് വെള്ളമാണ്, മോശമാണ്. കിണറ്റിലെ വെള്ളം തന്നെ എടുക്കുക. ഇത് എടുത്തതിന് ശേഷം വെള്ളം എടുക്കുക. ഇതിൽ നിന്ന് കറക്റ്റ് ഒരു തൊട്ടി വെള്ളം ഇതുപോലെ എടുക്കുക. ഇതിപ്പോൾ നോക്കുക, ഈ കലത്തിനകത്ത് ഒരു പിടി തഴുതാമ, ഒരു പിടി തഴുതാമയാണ് എടുത്തത്. തഴുതാമ എടുത്ത് ഇതിനകത്തിട്ട് ഒരു തൊട്ടി വെള്ളം ഒഴിച്ച് പിന്നെ നേരെ ഇത് നമ്മൾ പാചകത്തെ കൊണ്ടുവയ്ക്കുക, അടച്ചു വെക്കുക. 1 മണിക്കൂർ കഴിയുമ്പോഴത്തേക്ക് വെള്ളം പറ്റി നല്ല രീതിയിൽ ഇതിന് കളർ മാറും. എന്നാൽ നമ്മൾ രാവിലെ മുതൽ വൈകുന്നേരം വരെ വെള്ളം കുടിക്കുക. ശരീരത്തിൽ ഒരാഴ്ച കുടിക്കുമ്പോൾ തന്നെ നിങ്ങളുടെ മൂത്ര സംബന്ധമായിട്ടുള്ള എല്ലാ പ്രശ്നങ്ങളും, ശരീരത്തെ പാറ്റ, കൊഴുപ്പ്, എല്ലാ പ്രശ്നങ്ങൾക്കും പൂർണ്ണമായിട്ട് മാറ്റം സംഭവിക്കും. നല്ലൊരു റെമഡി കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഇന്ന് തന്നെ ഒന്ന് പരീക്ഷ നോക്കുക. ഓക്കെ.